അങ്ങനെ ഇസ്രായേലും ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം, ആ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ഇന്നലെ ഇറാൻ അമേരിക്കയുടെ എയർബേസുകൾ, അതായത് ഖത്തറിലും മറ്റുമുള്ള എയർബേസുകളെ ആക്രമിച്ചു. ഖത്തർ രാജാവ് ഇതിനെതിരെ ശക്തമായ രീതിയിലാണ് പ്രതികരിച്ചത്. ഖത്തറിൻ്റെ പരമാധികാരത്തിന് മേൽ ഇറാൻ വ്രണമേൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത്. ഈ ഒരു അവസരത്തിൽ എനിക്കൊരു സംശയമുള്ളത്, നമ്മുടെ ഇവിടെയുള്ള മൗദൂദികളും മറ്റും ഇനിയിപ്പോൾ ഇറാനിലെ ഖമേനിയെ തട്ടുവാൻ വേണ്ടിയിട്ട് പഴയ 1921 കൊടുവാളുമൊക്കെ ആയിട്ട് ഇനിയിപ്പം ഇറാനിലേക്ക് എങ്ങനെ പോകുമോ എന്നൊരു ഭയമുണ്ട്. കാരണം അന്നം തരുന്ന രാജ്യമാണല്ലോ ഖത്തറും UAEയും എല്ലാം. നമുക്കറിയാം UAEയും ഖത്തറും ഉൾപ്പെടുന്ന GCC രാജ്യങ്ങൾ മിലാഫ് കോള എന്ന് പറഞ്ഞൊരു കോള ഭയങ്കര രീതിയിൽ വന്ന സമയത്ത് അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ സുഡാപ്പികളും ജമാഅത്തെ ഇസ്ലാമി എല്ലാം പറഞ്ഞത് അന്നം തരുന്ന നാടിൻ നിർമ്മിച്ച പാനീയം അത് എല്ലാവരും വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ക്യാമ്പയിനുകൾ നടന്നിരുന്നു. അതേ കണക്ക് പല യൂട്യൂബർമാരും മിലാഫ് കോള അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത് കുടിച്ച ശേഷം അതിൻ്റെ റിവ്യൂ ചെയ്തതൊക്കെ നമ്മൾ കണ്ടതാണ്. മലപ്പുറം കോഴിക്കോട് സൈഡിലുള്ളവരൊക്കെ അങ്ങനെയുള്ള ആളുകളുള്ള കേരളത്തിലെ SDP-യുടെയും പഴയ പോപ്പുലർ ഫ്രണ്ടിൻ്റെയൊക്കെ നേതാക്കന്മാരും പ്രവർത്തകരുമൊക്കെ ഒരുപക്ഷെ ഇന്നോ നാളെയോ 1921 പഴയ മടിവാളും ഭാഗത്തേക്ക് ആയിട്ട് ഇറാനിലേക്ക് രഹസ്യമായി കടന്നു കയറി ഇനി ഖമേനിയെ വധിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത്രയും ദിവസം അവർ ഇറാനെ പിന്തുണച്ചിരുന്നു. ഇറാനിലെ സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ എന്ന സ്ഥിരം ടോപ്പിക്കുമായി അവർ ഇറാന് വേണ്ടിയിട്ട് ഘോരഘോരം ബാധിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇറാൻ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്. ഞാൻ അറിഞ്ഞത് ഇനി കേരളത്തിൽ നിന്നുള്ള സുഡാപ്പികളുടെ ഭീഷണി പോയെന്ന് ഖമേനി ഇപ്പോൾ നിലവിലിരിക്കുന്ന ബങ്കറിൻ്റെ ആഴം ഒന്നുകൂടി കൂട്ടി ഒരു ടണൽ നിർമ്മിച്ച് വീണ്ടും ഭൂമിക്കടിയിലേക്ക് പോയി ഒളിച്ചിരിക്കുകയാണെന്നാണ്. കാരണം 1921 കത്തിയും മാറ്റുമായിട്ട് ഇവരൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമേരിക്ക ഒരു ബോംബിടുന്ന കണക്കായിരിക്കില്ലല്ലോ. കൂടത്തിന് തലയടിച്ച് പൊളിച്ചും അങ്ങനെ വികൃതമായ രീതിയിൽ കൊല്ലപ്പെടുവാൻ ഏതൊരു മനുഷ്യനും അറയ്ക്കും. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം കൂടുതൽ സേഫായ സ്ഥലങ്ങൾ തേടി ഒളിച്ചിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് അമേരിക്കയെക്കാളും ഞങ്ങൾക്ക് ഭയം കേരളത്തിലെ സുഡാപ്പികളെ മൗദൂദികളെയുമാണ് എന്നാണ്. എന്തായാലും നമുക്ക് കണ്ടിരുന്ന് കാണാം. നമ്മുടെ അന്നം തരുന്ന നാടിനെ ആക്രമിച്ച ഇറാനെ ഇനി ഇവർ പിന്തുണയ്ക്കുമോ അതോ ഖമേനിയെ തട്ടാൻ വേണ്ടിയിട്ട് ഇവരിവിടെ നിന്ന് വടിവാളും വാക്കത്തിയുമായി അങ്ങോട്ട് പോകുമോ എന്ന്